ഒരു നാൾ കാട്ടിലെ ചില മൃഗങ്ങളെല്ലാം കൂടി അവരൊത്തൊരുമിച്ച് കാട്ട് രാജാവായിട്ടുള്ള സിംഹത്തിനോടൊരു പരാതി ഉന്നയിച്ചു. അവരുടെ സ്വന്തം വകയായിട്ടുള്ള ചില ചില വസ്തുക്കളിൽ ഭയങ്കരമായിട്ടുള്ള ഓറലുകൾ, അള്ളി പറിച്ച് മാന്തിയ പോലെയുള്ള സ്ക്രാച്ചസ് അങ്ങനെയുള്ള ആവുന്നു അവരുടെ വസ്തുക്കളിൽ. ഇതാരാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. കുറേ ദിവസങ്ങളായി ഇവരിത് സഹിക്കുന്നു. ഇതാർക്കാണ് ഈ പ്രവണത? എന്തുകൊണ്ട് ഇവരുടെ സാധനങ്ങൾ ആരോ നശിപ്പിക്കുന്നു, ഇങ്ങനെ ഓറലുണ്ടാക്കി സ്ക്രാച്ച് ഉണ്ടാക്കി എന്നതായിരുന്നു ഇവരുടെ പരാതി സിംഹത്തിനോട്. അപ്പോൾ സിംഹരാജാവ് ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് ക്യാപ്റ്റനായിട്ടുള്ള എലിയെ, അവരുടെ വിഭാഗത്തിലെ ബുദ്ധിമാനായിട്ടുള്ളൊരു എലി, കാരണം എലിയാകുമ്പോൾ എവിടെയും തുരന്ന് കയറി കടിച്ച് കീറി കടന്ന് ചെന്നോളുമല്ലോ. അങ്ങനെ ഡിറ്റക്റ്റീവായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഇവരുടെ എലിയെ വിളിച്ചിട്ട് ഇതാരാന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം, ഒരാഴ്ചയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് എന്നെ സമർപ്പിക്കണം എന്ന് സിംഹം ആജ്ഞാപിച്ചു തൻ്റെ ഡിറ്റക്റ്റീവിനോട്. അങ്ങനെ എലി തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ തൻ്റെ തല വെട്ടിക്കളയുമല്ലോ സിംഹം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഹം എലിയെ പിടിച്ചാൽ തിന്നളയും, അതായിരിക്കും ശിക്ഷ. അപ്പോൾ എലി എന്തായാലും ഭയന്നിട്ട് വളരെ ധൃതിയിൽ കണ്ടെത്തി ആരാ, തൻ്റെ ജന്മശത്രുവായിട്ടുള്ള പൂച്ചയാണ് ഇതിൻ്റെ പിന്നിൽ, കാട്ടുപൂച്ച. അപ്പോൾ ഈ പൂച്ച ഈ നഖം വളരുമല്ലോ. അപ്പോൾ മനുഷ്യർക്ക് എന്ന പോലെ ഈ പൂച്ചയ്ക്കും മറ്റുമൊക്കെ നെയിൽ കട്ടർ ഇല്ലല്ലോ. നമുക്ക് നെയിൽ കട്ടേഴ്സ് ഉണ്ട്, നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ ഈ പൂച്ച എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വയം ഉരസി ആണ് ഈ നഖത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ആ കൂർമത കുറയ്ക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഈ പൂച്ചയ്ക്കുണ്ട്, പൊതുവെ പൂച്ചകൾക്കുണ്ട്. അപ്പം അങ്ങനെ ഈ പൂച്ചയാണ്, അവൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല, അങ്ങനെ പൂച്ചയെ രാജാവിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് ഇവനാണ് കാരണം. അപ്പോൾ പൂച്ച പറഞ്ഞു, ക്ഷമിക്കണം, ജന്മനാൽ എനിക്കിങ്ങനെ നഖം വളരുന്നു, അപ്പോൾ ഞാൻ എന്തോ ചെയ്യാനാണ്, ഞാൻ അന്നേരം എനിക്ക് ബുദ്ധിമുട്ട് കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതാണ്, ആ പാടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇവർക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, എന്തായാലും ഇനി ഞാൻ ചെയ്യില്ല. അപ്പോഴത്തേക്ക് ഒരു കാണ്ടാമൃഗം പറഞ്ഞു, പൂച്ചേ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇങ്ങനെ ഒരസണം, നിനക്ക് ചൊറിയണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ മേളിൽ കയറി ചെയ്തു, കാരണം എനിക്കിതൊന്നും ഏക്കത്തില്ല, കാരണം ഞാൻ കാണ്ടാമൃഗമാണ്, അപ്പോൾ എൻ്റെ തൊലികെട്ടി നിനക്കറിയാമല്ലോ. അങ്ങനെ പൂച്ചയ്ക്ക് തൻ്റെ നഖം വളരുന്ന അനുസരിച്ചൊക്കെയും അതിന് ഇങ്ങനെ ചൊറിയാനുള്ള ഒരു അവസരം കാണ്ടാമൃഗത്തിന് അതൊരു സുഖമായി. തൻ്റെ മേളിൽ കയറിയിരുന്ന പൂച്ച ഒരു മസാജിങ് എഫക്റ്റ് അതിനും കിട്ടി. അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് ഈ കഥ. അപ്പോൾ എന്നതുപോലെ മനുഷ്യ മനസ്സിലെ നഖങ്ങൾ വളർന്നു വരുന്നതായിട്ടുള്ള മനപ്രയാസങ്ങളും നിരാശയും ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ എന്തുകൊണ്ട് പേടി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഉത്കണ്ഠ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ചില ചില ഭയങ്ങൾ ഉണ്ടാകുന്നു, ശരീരത്തിലുണ്ടാകുന്ന തന്നെ പല അസുഖങ്ങൾക്ക് പിന്നിലും മനോജന്യ രോഗങ്ങളായിട്ട് ഉണ്ട്. സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൈഗ്രെയിൻ, തലവേദന. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കുട്ടികൾക്കാണെങ്കിൽ നല്ല ഏകാഗ്രത, ഓർമ്മശക്തി, അവർക്ക് എവിടെയാണ് ഈ പഠനത്തിൽ താല്പര്യം പോയത്, എന്തുകൊണ്ട് അവർക്ക് ഏകാഗ്രത കിട്ടുന്നില്ല, എന്തുകൊണ്ട് നല്ല ഓർമ്മശക്തി അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനൊക്കെ പരിഹാരമായിട്ട് ഞാനുണ്ട്. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിട്രീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. എൻ്റെ സേവനം നിങ്ങൾക്ക് എടുക്കാം. 9605743596. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ഇത്തരം ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഈ പിരിമുറുക്കങ്ങൾ, അതിനെല്ലാം നമുക്ക് ശാസ്ത്രീയമായിട്ട് യാതൊരു മരുന്നും ഇല്ലാതെ പരിഹാരം കണ്ടെത്താം. വരിക, ഗുണം ചെയ്യും. വെൽക്കം.